പ്രശ്നങ്ങളോ അല്ലാതെ വരുമ്പോ ഓൽക്ക് ലോണും ഇല്ല, കുടുക്കും ഇല്ല, കട്ടക്കും ഇല്ല, ഇടുക്കോ അല്ല, തിന്നാൻ അത് കിട്ടിയില്ല എന്നൊന്നും ചിന്തയില്ല, മനസ്സിന് സംതൃപ്തിയുണ്ട്. ഈ തരം ഒരു മനസ്സംതൃപ്തി അള്ളാഹു നൽകുന്നത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള സംതൃപ്തി നൽകിയിട്ട് അവർക്ക് ജീവിതത്തിന്റെ ഇടുക്കം അള്ളാഹു താല ഉയർത്തും. നമുക്ക് നടക്കണേലെ ഇടുക്ക എന്താ പിന്നെ ഇനിയിപ്പെന്താ ഓരോ ദിവസവും ഓരോ ഇനിയിപ്പെന്താ ചെയ്യല, ഇനിയിപ്പെന്താ ഓരോ പ്രശ്നത്തിന്. ഇത് ജീവിതത്തിന്റെ ഇടുക്ക. ഇത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആൾക്ക് അള്ളാഹു ഈ വിധം പരീക്ഷിക്കൂല. ദാരിദ്ര്യം ഉണ്ടാവൂല എന്നല്ല, ശ്രദ്ധിക്കണം. ഭക്ഷണത്തിന് കുടുങ്ങൂല എന്നല്ല, ഭക്ഷണത്തിന് കുടുങ്ങിയാലും മനസ്സിടുങ്ങൂല. ജീവിതത്തിന്റെ ഇടുക്കം അയാൾക്ക് അള്ളാഹു താര അനുഭവിപ്പിക്കൂല. ഇത് അള്ളാഹു നൽകുന്ന ഒന്ന് ദുന്യാവില്. രണ്ടാമത്തെ ഒന്ന് ഖബറാണ്, രണ്ടാം സങ്കേതം. ആ ഖബറിലെ ശിക്ഷയിൽ നിന്നും അള്ളാഹു അയാളെ കാക്കും. ഖബർ കഴിഞ്ഞ് ആഖിറത്തിൽ ചെന്നാൽ, പരലോകത്ത് ചെന്നാൽ, മഹ്ശറിൽ വന്നാൽ വയുഅതീഹില്ലാഹു കിതാബഹു ബിയമീനിഹി, വലതുകൈയിൽ തന്നെ അവന്റെ നന്മതിന്മകൾ എഴുതിയ കിതാബ് അവന് നൽകും. സിറാത്ത് പാലം കടക്കുന്നതാ മറ്റൊരവസ്ഥ. വയമുറു അല സിറാത്തി കൽ ബർഖ്, മിന്നൽ പിളർ പോലെ സിറാത്ത് പാലം പെട്ടെന്ന് കടക്കാൻ അവന് പറ്റും. വയദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, വിചാരണ ചെയ്ത് അപകടപ്പെടുത്താതെ അവനെ അല്ലാഹു സ്വർഗ്ഗത്തിൽ കടത്തും. ഖാല റസൂലുള്ളാഹി. 5 കാര്യം. നിസ്കാരം 5 വഖത്താകാൻ വേണ്ടി ഒരു കൂട്ടം പണ്ഡിതന്മാർ നിശ്ചയിച്ച രഹസ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ മറ്റൊന്നുണ്ട്. 5 കടമ്പകളാണ് ഒരു മനുഷ്യന്റെ മുൻപിൽ. ഈ 5 കടമ്പങ്ങൾക്ക് രക്ഷയാണ് വാസ്തവത്തിൽ 5 നേരത്തെ നിസ്കാരം. എന്താ കടമ്പ? ഒന്ന്, ഈ ദുന്യാവും ദുന്യാവിലെ ജീവിതത്തിന്റെ പ്രയാസവും. ആ പ്രയാസം എന്നതിൽ നിന്ന് അല്ലാഹു തആല കടമ്പ പോക്കാൻ, അള്ളാന്റെ ദിക്ർ അവന്റെ മനസ്സിനെ ഭരിക്കാൻ നിശ്ചയിച്ചതാണ് 5 വക്ത് നിസ്കാരത്തിലെ ഒരു നിസ്കാരം. ഇത് ഈ ഹദീസ് സാക്ഷീകരിക്കും. ജീവിതത്തിന്റെ ഇടുക്കത്തിൽ നിന്ന് അയാൾക്കല്ല രക്ഷ നൽകുമെന്നത് ഇതിലേക്ക് സാക്ഷിയാകും. രണ്ടാമത്തെ കടമ്പ ഒരു മനുഷ്യനുള്ളത് മരണമാണ്. മരണം, മരിക്കുക എന്നുള്ളതെന്ന് പ്രശ്നമാണ്. മരിക്കുക അതൊരു പ്രശ്നമല്ലേ? വീർപ്പൻ പോകണ്ടേ? മുത്തിനബിതങ്ങൾ തന്റെ നെഞ്ചത്തേക്ക് ചാരിക്കിടന്നുകൊണ്ട് മരണപ്പെടുമ്പോ നബി അനുഭവിക്കുന്ന വേദന കണ്ടിട്ട്, പ്രയാസം കണ്ടിട്ട്, വെപ്പാളം കണ്ടിട്ട്, അള്ളാന്റെ റസൂലിന്റെ വിമ്മിട്ടങ്ങൾ കണ്ടിട്ട്, നബിതങ്ങൾ തന്റെ കൂടെ ഇരിക്കുന്നവർ കാണേണ്ടെന്ന് കരുതിയിട്ട് പുതപ്പെടുത്ത് കണ്ണും മുഖവും മൂടിയിട്ട് മറക്കുന്ന ആ പ്രയാസം കണ്ടപ്പോ ആയിഷാ ബീവി പറയാ, നബിന്റെ ആ രംഗം കണ്ടപ്പം പിന്നെ മരണവക്ത്രത്തിൽ നിന്നും വേദനയിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുന്നു പിന്നെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഇതെല്ലാവർക്കും ഉണ്ട്. ഏത് വിശ്വാസിക്കും ഏതാൾക്കും വരും. ലളിതമായവരിൽ വെച്ച് ലളിതമായിട്ടാകുന്നു അള്ളാന്റെ ഹബീബായ നബിയുടെ റൂഹിനെ പിടിച്ചത്. അപ്പൊ മരണം വല്ലാത്തൊരു പള. ഫലൗലം യകുൻ ശൈഉൻ സിവൽ മൗതി വൽ ബിലാ വതഫരീഖി അളാഇൻ വലഹമിൻ മുബദ്ദദി. മരണം എന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. ഖബറിന്റെ അകത്ത് കൊണ്ടുപോയി മണ്ണിൽ വെച്ചിട്ട് ശരീരത്തിന്റെ മാംസള ഭാഗങ്ങളും പേശികളും എല്ലാം മുറിഞ്ഞു നശിച്ച് മണ്ണായി പോകും എന്നതു മാത്രമേ മനുഷ്യനുള്ളൂ. ശേഷം ജീവിതമില്ല, ശേഷം പ്രശ്നമില്ല എന്നു തന്നെ സങ്കൽപ്പിച്ചോ. ലകുൻതാ ഹഖീഖൻ യബ്ന ആദമ ബിൽ ബുകാ അലാ നാഇബാത്തിദ്ദഹരി മഅ കുല്ലി മുസ്ഇദി. ഈ ക്രിയകൾക്ക്, മരണത്തിന്റെ വിക്രിയകൾക്ക്, ഖബറിന്റെ അകത്തെ വിക്രിയകൾക്ക് വേണ്ടി മാത്രം ആലോചിച്ചിട്ട് കൂട്ടാളികളെ കൂട്ടി വാവിട്ട് നിലവിളിക്കാൻ മാത്രം അതുതന്നെ മതി എന്ന് പറഞ്ഞ ഭീകര രംഗമാണൊരവസ്ഥ മരണം. ഇത് രണ്ടാമത്തെ കടമ്പ. നിസ്കാരം 1 വെച്ചത് ഈ കടമ്പ ശരിപ്പെടുത്താനാണ്. മൂന്നാമത്തെ ഒന്ന് ഖബറ്. ആ ഖബറിന്റെ അകത്തെ ദുഃഖം, അവിടത്തെ ശിക്ഷ, അത് മരിച്ചിട്ട് ഖിയാമം വരെയാണ്. ആ ജീവിതത്തിലെ ഇടുക്കം എന്നതൊരു കടമ്പയാണ്. ജീവിതത്തിലെ ഒരു സന്ധിയാണ്, ഒരു ദശാസന്ധി. ആ സന്ധിയിലെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മൂന്നാമതൊരു വഖത്ത്. നാലാമത്തെ ഒരു ദശാസന്ധി മഹ്ശർ. നമ്മളെ ഖബറിന്നുണ്ട് എഴുന്നേൽപ്പിക്കിട്ട് മംബഅസന മിമ്മർഖതിന ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങളെ ഓർക്കണത്തിന്ന് നല്ല വിശ്വാസികൾ പറയുമ്പോ, അതേ അള്ളാഹു വാഗ്ദാനം ചെയ്തതാ, നബി അറിയിച്ചതാണല്ലോ എന്നവർ ഓർക്കുമ്പോ, എങ്ങനെയാ ഞങ്ങളോന്ന് ചോദിച്ചിട്ട് യാ വൈലോ എന്ന അയ്യം വിളിക്കുന്നവരുണ്ട്. നമ്മളൊക്കെ അതിനെ അർഹർ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അവിടെ നിന്നിട്ട് മഹ്ശറിലേക്ക് തൊളിച്ചു കൊണ്ടുപോകും. യൗമനസൂഖുൽ മുജ്രിമീന, മുജ്രിമീങ്ങളെ തൊളിച്ചു കൊണ്ടുപോകുന്നൊരു പോക്ക്. ആ പോക്കും മഹ്ശറിലെ ഭീകരതയും
ചൂടിട്ട് നിൽക്കലും ഹിസാബില്ലാതിരിക്കലും അതെങ്കിലും നടന്നുകീന്ന് കൊതിക്കലും അമ്പിയാക്കന്മാരിലേക്ക് ഓടലും നരകത്തെ ചങ്ങലക്കിട്ട് കൊണ്ടുവന്ന് കാണുന്ന ഭീകര ദൃശ്യങ്ങളും എല്ലാം കാണുന്ന ആ ഭയങ്കരമായ ഹിസാബ് വരെയുള്ള ആ